ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. സോ ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എഴുന്നേറ്റ് ഫസ്റ്റ് വാവേനെ ഡയപ്പർ മാറ്റി. ഇവിടെ ഇപ്പം നല്ല ചൂടാണ്, അതായത് ചെറിയ തണുപ്പുണ്ട്, മഴയുണ്ടെങ്കിലും ഭയങ്കര വിയർക്കുന്ന സ്വെറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്ലൈമറ്റാണ്. എസ്പെഷ്യലി നൈറ്റ് തണുപ്പിങ്ങനെ വന്നു കഴിഞ്ഞിട്ടില്ലെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും എന്താ പറയുന്ന സണ്ണിങ്ങനെ വരുമ്പോഴത്തേക്കും സ്വെറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ രാവിലെ ആകുമ്പോൾ തന്നെ വാവയുടെ ഡ്രസ്സൊക്കെ മാറ്റും. ഇല്ലെങ്കിൽ ആ ഡ്രസ്സിൽ ഇപ്പോൾ നമ്മൾ ടീഷർട്ട് ടൈപ്പ് ഡ്രസ്സൊക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അവളുടെ ഡ്രസ്സ് ഫുൾ വിയർക്കും കേട്ടോ. അതുപോലെ തന്നെ ബോഡിയൊക്കെ വിയർത്ത്, അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഡ്രസ്സ് മാറ്റും. അങ്ങനെ പിന്നെ പുതിയ ഡ്രസ്സ് ഇട്ടു, രാവിലെ മുടിയൊക്കെ ചീവി കെട്ടിക്കൊടുക്കും. ഇല്ലെങ്കിൽ ഫുൾ കേൾസ് എല്ലാം കൂടെ തലയിൽ ഇങ്ങനെ വന്ന് കിടക്കും. അപ്പം അത് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു അറ്റാക്ക് കിട്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വെഡ്ഡിങ് റിങ്, എൻ്റെ ഈ റിങ് പെട്ടെന്ന് കാണുന്നില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആക്ച്വലി എപ്പോഴും ജ്വല്ലറി യൂസ് ചെയ്യുന്ന ഒരാളല്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ ഫുൾ കുത്തിയിട്ട് ഉള്ള ഒരാളായിരുന്നു. കുറച്ച് നാളായിട്ട് എനിക്ക് ഫുൾ സ്റ്റഡ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെ എപ്പം എങ്ങനെ പോയി, എൻ്റെ നോസ് റിങ് പോലും പോയി. അത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ഡെലിവറി റൂമിൽ കയറുന്നതിന് മുന്നേ നമ്മൾ ഫുൾ ജ്വല്ലറി എല്ലാം അഴിച്ച് മാറ്റി ഇട്ട് വേണം അകത്ത് പോകാനായിട്ട്. കാരണം ഓരോ ടൈപ്പ് ഓഫ് സ്കാനിങ്ങും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും, അതുപോലെ തന്നെ ഈ സിസേറിയൻസും ഓപ്പറേഷൻസും അതും ചെയ്യുമ്പോഴത്തേക്കും ഈ ചെറിയ ആണിയൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടാണ് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ. സോ അവരൊന്നും അകത്ത് കയറ്റത്തില്ല, എല്ലാം എടുത്ത് മാറ്റണം. എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത്, അവരുടെ സ്കാനിങ്ങിന് ഞാൻ അകത്ത്, നമ്മൾ സ്കാനിങ്ങിന് പോവും, എന്താ വാവയുടെ അനക്കം നോക്കാനായിട്ട്. ഇപ്പോൾ ഡെലിവറി റൂമിനകത്താണ്, ഫുൾ അകത്തല്ല, ലേബർ റൂമിലല്ല, പക്ഷേ അതിനൊരു ഡോറുണ്ട്. അപ്പോൾ അതിനകത്തൊരു സ്കാനിങ് റൂമുണ്ട്. അപ്പോൾ അതിനകത്ത് പോയപ്പോഴത്തേക്കും അപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഡെലിവറി റൂമിൽ ആ ഒരു പേഷ്യൻറ്റിനെ കയറ്റിയിട്ടേ ഉള്ളൂ, ആ ഒരു കുട്ടീനെ. അപ്പോൾ അവരിതുപോലെ എല്ലാം മാറ്റിയിട്ട് വരണമെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കാലയിലെ പാദസരം കിടക്കുക. എത്ര നോക്കിയിട്ടും അത് ഊരാൻ പറ്റുന്നില്ല. അവർ നോക്കുകയാണ് ഊരാൻ കൈയും ഒക്കെ വെച്ച് നഖമൊക്കെ വെച്ച് അനക്കാൻ നോക്കിയിട്ടും പറ്റിയില്ല. എന്നിട്ട് ആ കുട്ടിയുടെ അമ്മ അവസാനം പല്ലൊക്കെ വെച്ച് കടിച്ച് മുറിച്ച് തുറക്കാനൊക്കെ നോക്കി. എനിക്ക് പെട്ടെന്ന് ഇപ്പം അത് ഓർമ്മ വന്നു. അപ്പം അങ്ങനെ ഞാൻ ഡെലിവറി റൂമിൽ പോകുന്ന സമയത്തെല്ലാം ഞാൻ ഊരി മാറ്റിയതാണ്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇടാൻ തോന്നിയില്ല. അതുപോലെ തന്നെ നോസ് റിങ്ങും എല്ലാം ഞാൻ ഊരി മാറ്റി. കാരണം അത് കഴിഞ്ഞ് നമ്മൾ ഫുള്ളി ബേബി വേൾഡായിപ്പോയി. അപ്പം അത് മാത്രമല്ല, അത് നമ്മൾ ഇങ്ങനെ അത് കുത്തി കിടക്കുമ്പോഴത്തേക്കും, നമ്മളിങ്ങനെ കിടക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഇത്രയും പോർഷൻ വേദനിക്കും. ശരിക്കും പറഞ്ഞാൽ സൈഡിലോട്ട് നമ്മൾ തിരിഞ്ഞ് കിടക്കുമ്പോൾ ഇതെല്ലാം കുത്തിക്കൊള്ളും. പിന്നെ അതിൻ്റെ ഓരോ ഡിസൈനിങ്ങിനനുസരിച്ചിരിക്കും. ഞാൻ പിന്നെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫ്ലവർ പോലത്തെ ഫ്ലോറലൊക്കെ എടുക്കുന്നത് കൊണ്ട് അങ്ങനത്തെ ടൈപ്പ് ഓഫ് വേദനയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് ഭയങ്കര കംഫർട്ടായി, നല്ല സുഖമുണ്ട്. അത് മാത്രമല്ല, ഈ ചെറിയ ആണികളുണ്ട് എൻ്റെ പുറകിൽ. അപ്പം അതെന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഒന്ന് പിടിച്ചാൽ തന്നെ ചിലതൊക്കെ വരും. കാരണം അത്രയും ചെറിയൊരു എന്താ പറയുന്ന ആണിയും കാര്യങ്ങളാണ്. അതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ ഇതൊന്നും ഇപ്പോൾ കാണാത്ത. ഇല്ലെങ്കിൽ ഞാൻ ഈ മുകളിലത്തെ ഒന്നും ഊരാറില്ല, അത് അവിടെ തന്നെ വെച്ചിട്ട് താഴത്തെ മാത്രം ഊരിയിട്ട് പോകുന്നതനുസരിച്ച് പുറത്തൊക്കെ പോകുന്നതനുസരിച്ച് ഞാനിടും. അങ്ങനെയാണ്. അങ്ങനെ പിന്നെ മാല എനിക്ക് അത്രയും എനിക്കിടാൻ തോന്നുന്നതാണെങ്കിലാണ് ഞാൻ ഇടുന്നത്. കാരണം എനിക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് മാല ഇടുന്ന ഫങ്ഷനൊക്കെ പോകുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഹെവി ഇയറിങ്സിനോടാണ് എപ്പോഴും താല്പര്യം. അതുപോലെ തന്നെ റിങ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിനകത്ത് റിങ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം വെഡ്ഡിങ് റിങ്ങിന് ഒരു സ്റ്റോറിയും കൂടെ ഉണ്ട്. അപ്പോൾ വെഡ്ഡിങ് റിങ് എന്ന് പറയുന്നത് ഞാൻ ഡിസൈൻ ചെയ്തത് കേട്ടോ.
അതുപോലത്തെ സെയിം തന്നെ ഡിജോയ്ക്കും ഉണ്ട്. അപ്പം ഞങ്ങൾ ഇപ്പം ഞാനിതിനെപ്പറ്റി വെഡ്ഡിങ്ങിനെ പറ്റി എന്തുവാ റിങ്ങിനെ പറ്റി പ്ലാൻ ചെയ്തപ്പം എനിക്ക് എന്തായാലും ഈ പുറത്ത് പേരെഴുതുന്നതിനെ പറ്റി ഇഷ്ടമല്ലായിരുന്നു പുറത്ത്. കാരണം അത് നമ്മളെപ്പോഴും കാണുന്ന ഒരു ഓൾഡ് ഫാഷനല്ലേ. അപ്പം എനിക്കെപ്പോഴും എന്താ എന്തെങ്കിലും വെറൈറ്റി, ഒന്നെങ്കിൽ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ കുറേ ഡിസൈൻ ഞാൻ തപ്പി തപ്പി പിൻട്രസ്റ്റിലൊക്കെ ഞാൻ നോക്കി. ഓക്കെ, പിൻട്രസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ആപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ വെബ്സൈറ്റാണ്. നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഫസ്റ്റ് കയറിയപ്പം അവിടുത്തെ ടീച്ചർ പരിചയപ്പെടുത്തി തന്ന ആപ്പാണ് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്രിയേറ്റീവ് വേൾഡാണ് അത്, ആ ഒരു ആപ്പ്. അതായത് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും, എസ്പെഷ്യലി കുട്ടികളൊക്കെ ഉള്ളവർക്ക് അറിയാം, കുറേ ക്രാഫ്റ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പാരൻസ് ആണെങ്കിലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം, അവർക്ക് വർക്കും കാണും. അപ്പോൾ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ ഒരു ഹാപ്പി ബർത്ത്ഡേ കാർഡ്, ഒരു ബർത്ത്ഡേ കാർഡ് എന്ന് വെച്ചോ, അത് നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ വേർഡ്സും കൊടുക്കാം. ബർത്ത്ഡേ കാർഡ് ഫ്രം പേപ്പർ എന്ന് എഴുതുവാണെങ്കിൽ അത് ഫുള്ളായിട്ടുള്ള ഓരോ ഡിസൈൻസ് ഓരോരുത്തർ ചെയ്തത്, എല്ലാ പാറ്റേൺസും എല്ലാം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്രാഫ്റ്റും എല്ലാവരും നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ഒത്തിരി ഇൻസ്പയർ ചെയ്ത് നമുക്കും ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുറേ അതിനകത്ത് വെഡ്ഡിങ്ങിൻ്റെ ഡിസൈൻ റിങ്ങിൻ്റെ സെർച്ച് ചെയ്ത് കേട്ടോ. അപ്പം അതിനകത്തുനിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് എന്താണെന്നറിയാമോ, ഇത് സിമ്പിൾ, എനിക്കൊരു സിമ്പിൾ റിങ്ങായിരുന്നു ഇഷ്ടം. അപ്പോൾ അത്രയും വലിയ എന്താ പറയുന്നത്, തടി പോലെ ഇരിക്കുന്ന വലിയ വണ്ണമുള്ളതൊന്നും എനിക്കിഷ്ടമില്ലായിരുന്നു. ഇറ്റ് ഷുഡ് ബി ലൈക്ക് വെരി സിമ്പിൾ. പക്ഷേ ഇത് കണ്ടോ, ഫ്രണ്ടും ബാക്കും ഒന്നും എഴുതിയിട്ടില്ല. ഇപ്പം നിങ്ങൾക്കൊന്നും കാണുന്നില്ലല്ലോ ഗൈസ്, ഇനി ഞാൻ കാണിക്കട്ടെ. ഇതുണ്ടോ, അകത്താണ് നമ്മുടെ പേര് എഴുതിയിരിക്കുന്നത്, ഡിജോ സിൻസിന്ന് അകത്താണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു റിങ്ങിൻ്റെ പ്രത്യേകത. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും എനിക്കറിയത്തില്ലായിരുന്നു, ഞാൻ പുറത്തൊക്കെയുള്ള അങ്ങനത്തെ ടൈപ്പ് ഓഫ് വെസ്റ്റേൺ കൺട്രീസിൽ ഞാനിങ്ങനെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇവിടെ ആരും ഇങ്ങനെ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനത്തെ പുറത്തെ ഡിസൈനായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പം ഇതാണ് ആ ഡിസൈൻ. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ളത് മതിയെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നല്ല സിമ്പിളായിട്ടുള്ള ഇങ്ങനത്തെ തിൻ ആൻഡ് സിമ്പിളായിട്ടുള്ള റിങ്ങിനകത്താണ് നമ്മളത് എഴുതിയത്. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ റിങ് ആക്ച്വലി കറക്റ്റ് ഫിറ്റാണ്. അതായത് റിങ്ങിൽ എനിക്ക് പെട്ടെന്ന് അത്യാവശ്യം ഊരാനും ഇടാനും ഒക്കെ കുഴപ്പമില്ല. പക്ഷേ ഹസ്ബൻഡ് വാങ്ങിച്ചപ്പോൾ തന്നെ, അതായത് എൻ്റെ പേര് എഴുതിയിരുന്നത് വാങ്ങിച്ചപ്പോൾ തന്നെ കുറച്ച് ടൈറ്റായിരുന്നു. അപ്പം അത് കുറച്ച് ടൈറ്റായിരുന്നു ഹസ്ബൻഡിൻ്റെത്. അപ്പം ഞാനത് കണ്ടപ്പോഴേ ഇങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് നോക്കി. അപ്പം ഞാൻ കണ്ടപ്പോഴേ പറഞ്ഞു ഫിംഗറിൽ ടൈറ്റായിട്ടിരിക്കുന്നത്. കാരണം നമ്മൾ റിങ് ഇടുവാണെങ്കിൽ നമ്മുടെ ഈ റിങ്ങിൻ്റെ ആ ഒരു റിങ്ങിൻ്റെ പോർഷൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഫ്ലഷ് ഇങ്ങനെ ചാടിയിരിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, പുറത്തോട്ടിരിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇത് ടൈറ്റാണ് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, നമ്മളിങ്ങനെ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് ടൈറ്റാണ്, നമുക്ക് ഇച്ചിരി കൂടെ വലുത് വാങ്ങിക്കുന്നത്. അപ്പം ഡിജോ പറഞ്ഞു കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്കിത് ഓക്കെയാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, പുള്ളിയുടെ കംഫർട്ട്. പക്ഷേ എനിക്ക് കറക്റ്റായിട്ടുള്ള സൈസാണ് കിട്ടിയത്. പക്ഷേ അതങ്ങോട്ട് വാങ്ങിച്ചു, കല്യാണമൊക്കെ കഴിഞ്ഞൊരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് നല്ല ടൈറ്റായി അത് വീണ്ടും. അപ്പോൾ ഞാൻ വാങ്ങിച്ച സൈസാണ് പുള്ളിക്ക് കറക്റ്റായിട്ട് വന്നത്. അപ്പം അങ്ങനെയാണിത്. പക്ഷേ എന്നാലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാനിത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നേ. സാധാരണ എനിക്കങ്ങനെ തോന്നുമ്പോൾ ഞാനിടും, എനിക്കിടണം തോന്നുമ്പോൾ ഞാൻ ഇടും. അങ്ങനെ അല്ലാതെ ഫുൾ ടൈം ഞാൻ ഇട്ടുകൊണ്ട് നടക്കാറില്ല. അങ്ങനെ ഇന്നലെ ഇങ്ങനെ കുക്കിക്ക് രാത്രി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പുള്ളിക്കാരിക്ക് ഓരോ സാധനങ്ങളിങ്ങനെ നമ്മൾ കാണിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ കാണിച്ച് അപ്പോൾ എന്തോ കുറച്ച് സമയം ഞാൻ കഴിഞ്ഞ് കരഞ്ഞപ്പോൾ എൻ്റെ അടുത്തും ആരും ഇല്ലായിരുന്നു. അപ്പം ഫുഡ് കഴിക്കാനും ഉണ്ട്. അപ്പം ഞാനെന്തോ എടുത്ത്, ഞാനാണെങ്കിൽ റിങ് ഊരിയിട്ട് കൊടുത്ത് പുതിയൊരു സാധനം. അങ്ങനെ
കൊടുത്തിട്ടില്ല. അപ്പം അപ്പോൾ പുള്ളിക്കാരി ഒറ്റ തട്ടലിന് തട്ടി, എന്നിട്ട് അത് കുറച്ച് ദൂരെ പോയി വീണു. അപ്പം ഞാനത് എടുത്തിട്ട് അപ്പം പുള്ളിക്കാരിക്ക് നേരെ അത് കിട്ടിയില്ല. എൻ്റെ കൈ ഞാനിങ്ങനെ കാണിച്ചപ്പോൾ തന്നെ അവളത് അറിയാതെ തട്ടിയത് പോയി. അപ്പം ഞാൻ വീണ്ടും എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച്. അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. രാവിലെ എഴുന്നേറ്റ് ഞാനിങ്ങനെ ചുമ്മാ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ റിങ് കാണുന്നില്ല. അപ്പോൾ എന്താണ്, എന്നിട്ട് ഞാൻ അവിടെ എല്ലാം തപ്പി നോക്കുക. നോക്കിയിട്ട് അവിടെ ഒന്നും കാണുന്നില്ല. കുക്കിക്ക് കൊടുക്കാനുള്ള ചെയറിൻ്റെ താഴെയും ചെയറിലും, ആ വലിയ ചെയറിലും, താഴത്തെ പ്ലേ മാറ്റിലും, ടോയ്സിൻ്റെ ഇടയ്ക്കും, പിന്നെ നമ്മുടെ ബെഡയിലൊക്കെ നോക്കി. എന്നിട്ട് ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, മമ്മി എൻ്റെ റിങ് കാണുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവനാണോ നീ എവിടെ വെച്ചെന്നൊക്കെ ചോദിച്ചു. ഒന്നുകൂടെ നോക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും നോക്കിയിട്ടൊന്നും കാണില്ല. കുറച്ച് കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരാൾ വരുന്നു. മമ്മി പറഞ്ഞു ഇതല്ലേ എന്ന് പറഞ്ഞു. മമ്മിയുടെ കയ്യിലിട്ടോണ്ട് വന്നു. എന്നിട്ട് പറഞ്ഞു ഇതിനി സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പം കുക്കിയുടെ ഫുഡ് കഴിക്കുന്ന ചെയറിൻ്റെ ആ കൊച്ചു ചെയറിൻ്റെ താഴോട്ട് പോയി. വലിയ ചെയറിൻ്റെ മേളിലാണ് ഈ കൊച്ചു ചെയർ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ കൊച്ചു ചെയറിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പൊക്കിയാലേ കാണത്തുള്ളൂ. ഞാൻ ആക്ച്വലി അവിടെ പോയി നോക്കി, അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയേനെ. പക്ഷെ മമ്മി അത് എടുത്തുകൊണ്ട് കിട്ടിയില്ല. അപ്പം ആ മമ്മി അത് അവിടെ നിന്ന് എന്തോ സാധനമൊക്കെ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതൊന്ന് പൊക്കി നോക്കിയപ്പോൾ അത് റബ്ബർ ബാൻഡാണ്, കുക്കിയുടെ ഹെയർ ബാൻഡാണെന്ന് വിചാരിച്ചത്. എടുത്തപ്പോഴാണ് അത് റിങ്ങാന്ന് കാണുന്നത്. അങ്ങനെ മമ്മി അത് എടുത്ത് വെച്ച്. അങ്ങനെ എനിക്കൊരു ഞെട്ടലിലൂടെയാണ് ഞാൻ രാവിലെ എഴുന്നേറ്റത്. അങ്ങനെ ഇപ്പം ഞാൻ എഴുന്നേറ്റേ ഉള്ളൂ. കുക്കിയുടെ ഫുഡ് കഴിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന്. അപ്പം നമ്മൾ ഈ വ്ളോഗ് ചെയ്യുമ്പോഴേ എന്താണെന്ന് വെച്ചാൽ കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഈ എല്ലാ ടെൻഷനല്ല, ഓരോ ബിസിയും കാര്യങ്ങളും കാരണം കൊച്ചു കരയുമ്പോഴും എല്ലാം പിന്നെ നമ്മളതങ്ങ് മറന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇങ്ങനെ വ്ളോഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വ്ളോഗ് അതെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കാണുമ്പോൾ എനിക്കിന്നും ചെയ്യാനുണ്ടല്ലേ എന്നുള്ളൊരു ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം കുറച്ച് ഷോർട്സൊക്കെ ഞാൻ ഫ്രീ ആകുമ്പോൾ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതൊരു കാര്യം. പിന്നെന്താ, അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എഴുന്നേറ്റ് ഇനിയും വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഇനിയും എനിക്ക് മുടി ഒന്ന് ചീവി പല്ല് തേച്ച് എന്നിട്ട് ഒന്ന് ഫ്രഷായിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു മമ്മിയടുത്ത് ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോ എടുക്കണം. അതുകൊണ്ട് മമ്മി ഓൾറെഡി ഇപ്പം മമ്മിയും പപ്പായും കൂടെ കുക്കിക്ക് ഫുഡ് കൊടുക്കുവാണ്. അപ്പോൾ ഇന്ന് പുട്ടും പഴവുമാണ്, അപ്പോൾ അത് തിന്നണം. അപ്പോൾ അത് കൊടുത്തുകൊണ്ടിരിക്കുവാണേ. പിന്നെ വേറൊരു കാര്യം പറയാം, ഇറ്റ്സ് ലൈക്ക് എ ലൈഫ് സേവർ. ഇതെന്താണെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡ്യൂറിങ് മൈ പ്രഗ്നൻസി സമയത്ത് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, നമുക്ക് അല്ലെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് വെയിലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വിയർക്കും, സ്വെറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഈ സമയത്ത് പെട്ടെന്ന് ഈ തല ചുറ്റിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ അവിടെ പോയിട്ട് സ്കാനിങ്ങിനൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ എത്ര 10, 20, 50 എത്ര പേരെ വിളിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ വിളിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യാൻ എപ്പോഴും നോക്കുക. ഞാനാണെങ്കിൽ ഒരു സ്കാനിങ് അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ അടുത്ത മാസത്തേക്കാണെങ്കിൽ പോലും ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് തന്നെ വിളിച്ച് ബുക്ക് ചെയ്യും. ചില സമയത്ത് അവർ 2 ആഴ്ചയ്ക്ക് മുന്നേ ഉള്ള ഡേറ്റ് നമുക്ക് ആ ഡേറ്റിൽ ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവർ കൊടുക്കുവാണെങ്കിൽ അങ്ങനെ. കാരണം നമ്മൾ ഒരു വട്ടം ഫസ്റ്റ് ടൈം നമുക്കത് അറിയത്തില്ല. അപ്പോൾ വെയിറ്റ് ചെയ്ത് അയ്യോ ചൂടെടുത്ത് അത്രയും ആൾക്കാരും ഉണ്ട്. പിന്നെ ചിലപ്പം ഫാൻ എവിടെയെങ്കിലും ആയിരിക്കും, നമുക്ക് ഡയറക്റ്റ് ഫാൻ കിട്ടത്തില്ല. അപ്പോൾ ഈ ഫാനിൻ്റെ സംഭവം നമ്മൾ പോർട്ടബിൾ മിനി ഫാൻ അങ്ങനെ വാങ്ങിച്ച കേട്ടോ. ഇതാണൊരു ഫാൻ. ഇതിൻ്റെ ചാർജ് പോയിരിക്കുകയാണേ. നമുക്ക് ചാർജ് ചെയ്യാം, ഇവിടെ ഇങ്ങനെ ചാർജ് ചെയ്യാം. അപ്പം ഇങ്ങനത്തെ ഒരു പോർട്ടബിൾ മിനി ഫാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇതിനൊരു സ്റ്റാൻഡും ഉണ്ട്, ഇങ്ങനെ സ്റ്റാൻഡിൽ ഇങ്ങനെ വെക്കാം. അപ്പം ഇത് അങ്ങനെ വാങ്ങിച്ചു. അപ്പോൾ ഇതങ്ങോട്ട് വാങ്ങിച്ചു കഴിഞ്ഞുകൊണ്ടേ നമ്മളവിടെ പോയപ്പോഴത്തേക്കും എന്താ പറയുന്നത്, അവിടെ നമ്മുടെ അടുത്ത് തന്നെ ഒരു ഫാൻ വന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഫാൻ എന്താ ഭയങ്കര ചൂടെടുത്തിട്ട് ഒരു കുട്ടി അവിടെ തല ഇറങ്ങി വീണു. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്ടറിൻ്റെ ഏരിയയിൽ ഒരു ഫാൻ വന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓൾറെഡി മേളത്തെ ഫാനുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് ചൂട് ഫീൽ ചെയ്യും. അതാണ് ഒരു കാര്യം. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് കാറ്റ് വേണം. നമുക്ക് ഭയങ്കര ഒരു
എന്താ ഒരു വെപ്രാളം ഫീൽ ചെയ്യും, ഭയങ്കര ചൂടും കാര്യങ്ങളും. എസ്പെഷ്യലി ഒത്തിരി രാത്രിയാണെങ്കിൽ നമുക്ക് പുറത്തും ഒന്നും പോകാനും പറ്റത്തില്ല. ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഈ ഒരു ഫാൻ എന്ന് പറയുന്നത്. ക്രോംപ്റ്റൻ്റെ ഫാൻ നമ്മൾ വാങ്ങിച്ചതാണ്. ഇറ്റ്സ് ലൈക്ക് വെരി ലൈഫ് സേവിങ്. അതായത് നമ്മൾ എ സിയുടെ കൂട്ട് ഉള്ള ആ ഒരു കാറ്റ് നമുക്ക് തരും. നല്ലതായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു ഇത് പക്ഷേ നമുക്ക് കുറച്ച് ലേറ്റായി പോയ സമയത്ത് ഡിജു പറയുന്നുണ്ട് ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, നമുക്ക് നോക്കാം, കുറച്ച് കഴിഞ്ഞ് തണുപ്പ് വരുമല്ലോ. പക്ഷേ ഈ 2024 ചൂട് എന്തായിരുന്നു നമുക്കറിയില്ല. അതൊക്കെ ചൂട് ഇനി അങ്ങോട്ട് വരുമ്പോൾ അതിലും ചൂടായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ കറണ്ട് പോകും, അത് നമ്മൾ നോർമൽ കറണ്ടിൽ കുത്തി യൂസ് ചെയ്യുന്നില്ല. അപ്പം കറണ്ട് പോവുകയാണെങ്കിൽ പിന്നെ അത് പറ്റത്തില്ല. അപ്പോഴാണ് ഡിജോ വേറൊരു ഫാൻ വാങ്ങിച്ചു. അതാണെങ്കിൽ അടിപൊളി ഫാനാട്ടോ. ഇതുവരെ എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ അന്നോട്ട് ഇന്ന് വരെ യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി ഫാനാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ഫാൻ കേട്ടോ. അപ്പം ഇത് അടിപൊളി ഫാനാണ്. ഇതെന്താണെന്ന് ഞാൻ പറയാം. ഇതെന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യും കേട്ടോ. ഇതാണ് ഇത്. സത്യം പറഞ്ഞാൽ നമുക്ക് കൊളുത്തിയൊക്കെ ഇടാം. ഞാനിതൊരു യൂസ് ചെയ്തിട്ടില്ല ഇത്. പിന്നെ എൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ ചാർജിങ് പോർട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചാർജ് ചെയ്യാം. അതായത് കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാം. ദിസ് ഇസ് ലൈക്ക് വെരി വെരി അമേസിങ്. അത് മാത്രമല്ല ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ അങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം. ഫോൾഡിങ് ഞാൻ ഓപ്പൺ ചെയ്തേ. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ മുകളിലോട്ട് വെക്കാം. നമുക്കിത് അത് മാത്രമല്ല, നമുക്ക് ഇഷ്ടത്തിന് മേളിലോട്ടും താഴോട്ടൊക്കെ നമുക്ക് ബെൻഡ് ചെയ്യാം. ഇതുണ്ടോ, ഇതിനകത്ത് ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. പിന്നെ ഇതിപ്പോൾ ഫാൻ ഓണായി. 3 സ്പീഡുണ്ട് ഇതിന്. 1 2 3. സൗണ്ട് കൂടിയത് നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ റൊട്ടേഷനുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അടുത്തൊരാൾക്കും കൂടെ വേണം എന്നുണ്ടെങ്കിൽ തന്നെ റൊട്ടേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കിടക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഫുൾ ബോഡി ഇപ്പോൾ ഒരാൾ നമുക്ക് വീശി തരുന്ന പോലെ തോന്നുന്ന ടൈപ്പ് ഓഫ് നല്ല അടിപൊളി കാറ്റാട്ടോ. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അന്നോട്ട് ഇന്ന് വരെ അടിപൊളി കാറ്റുമാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫാവും. അങ്ങനെ 4 സ്പീഡ്സാണ് ഇതിനുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ സ്പീഡ് വിട്ട് ലൈറ്റ് വിട്ട് പിന്നെ റൊട്ടേഷനും ഇട്ട് എല്ലാം കൂടെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാർജ് പോകും. അതല്ല നമ്മൾ പതുക്കെ ഇപ്പോൾ 1 അല്ലെങ്കിൽ 2 ഇടുന്നത്, അല്ലെങ്കിൽ ഫാൻ മാത്രമാണ് റൊട്ടേഷനും ലൈറ്റും ഇല്ലാതെ ഫാൻ മാത്രമാണെങ്കിൽ ഒത്തിരി നേരം ഇത് നിൽക്കും കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് ബാക്കി കാര്യങ്ങളോട്ട് പോകണമൊക്കെ. ബൈ. അങ്ങനെ എണീച്ച് കഴിഞ്ഞ് കുക്കിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഏറ്റവും മെയിനായിട്ടും ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മുടി ചീകുന്നതാണ്. അത് കുറച്ച് ലോങ് ആയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ അത് ചീകുന്നത് കുറച്ച് പണിയാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദിവസവും എപ്പോഴും നമുക്ക് ചീവാനും ചിലപ്പം മറന്നു പോകും, കുക്കിയൊക്കെ കരയുന്നതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ. അപ്പോൾ മാക്സിമം ഞാൻ മറക്കാതെ ചീവാറുണ്ട്. കാരണം ഒരു ദിവസം മുടി ചീകിയില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്നാണ് ജട പിടിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓൾറെഡി പൊഴിഞ്ഞു പോകുന്ന ഹെയർസൊക്കെ എല്ലാം കൂടെ കൂടിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് 1-2 ദിവസം കഴിഞ്ഞെങ്ങാനുമാണ് ചീകുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഒത്തിരി ഹെയർ ഫോൾ പോലെ തോന്നിക്കും. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും പൊഴിഞ്ഞു പോകുന്ന മുടികൾ പോയിട്ട് അതുപോലെ തന്നെ നമുക്ക് ഹെയർ ഗ്രോത്തും ഉണ്ടാകും. അപ്പം അത് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പുട്ടപ്പാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് എൻ്റെ ജോലികളെല്ലാം പെട്ടെന്ന് ചെയ്യാം. അപ്പം അങ്ങനെ ഞാൻ ഹെയർ ഒന്ന് ചീകി കെട്ടിക്കഴിഞ്ഞു. അപ്പം കെട്ടിയിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പല്ല് തേക്കും. ഞാൻ രാവിലെയും രാത്രിയിലും മാക്സിമം പല്ല് തേക്കാറുണ്ട്. അപ്പോൾ രാത്രിയിലാണെങ്കിൽ ചില സമയങ്ങളിൽ കുക്കിയൊക്കെ ഇപ്പം കരച്ചിലും ബഹളമാണ്. ഞാനും കൂടെ ഇപ്പം ഉറക്കാനായിട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഞാൻ ഈ ക്ഷീണം കൊണ്ട് ചില സമയത്ത് ഞാനങ്ങ് ഉറങ്ങിപ്പോകും കേട്ടോ. അങ്ങനെ ഞാൻ പല്ല് തേച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഓൾറെഡി മമ്മി കുക്കിക്ക് പുട്ടും പഴവും ഒക്കെ കൊടുക്കുമായിരുന്നു. അപ്പം എന്നെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കുക്കിക്ക് കൊടുക്കുക എന്ന് പറയുന്ന വലിയൊരു ടാസ്ക്കാണ്. നമ്മൾ എന്തെങ്കിലും കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചും എടുത്ത് കൊടുത്തും
ഒക്കെയാണ് കൊടുക്കുന്നത്. ചില സമയത്ത് അങ്ങ് ചേറയിലിരുന്ന് കഴിക്കും കേട്ടോ. അപ്പം ചേറയിലിരുന്ന് കഴിക്കുവാണെങ്കിൽ പിന്നെ അവിടെ ഇരുന്ന് നമ്മൾ ബെൽറ്റൊക്കെ ഇട്ട് അങ്ങ് കഴിച്ചോളും. പക്ഷെ ചില സമയത്ത് ഇരുത്തുമ്പോൾ തന്നെ കരച്ചില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ കുറച്ച് പാടാണ്. പിന്നെ നമ്മൾ എടുത്തോണ്ടൊക്കെ നടക്കുകയോ പുറത്തോട്ടൊക്കെ പോവുകയോ ഒക്കെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഒറ്റയ്ക്കാണെങ്കിലും പാടാം. അപ്പോൾ ഇതിപ്പം പപ്പ എങ്ങോട്ട് പോയപ്പോഴത്തേക്കും മമ്മി ഒറ്റയ്ക്ക് അവളെ പിടിച്ചിട്ടൊക്കെ ഫുഡ് കൊടുക്കാൻ നോക്കുവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ അവൾ ചാടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയൊക്കെ ചെയ്യുവാണെങ്കിൽ മമ്മിക്ക് എല്ലാം കൂടെ പാടാം. ഇല്ലെങ്കിൽ ചില സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ രാവിലെ മുട്ടയൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇഷ്ടമാണ്. അപ്പം നമ്മൾ മാക്സിമം മുട്ട കൊടുക്കാറുമുണ്ട്. കാരണം വാവയ്ക്ക് മുട്ട ഡെയിലി കൊടുക്കുന്നത് നമുക്ക് 6 months to 1 year എസ്പെഷ്യലി നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ പുട്ടും പഴവും ഒക്കെ എടുത്ത് കഴിച്ചു തുടങ്ങി. ഈ പുട്ട് എന്താണെന്നറിയാം, ഇങ്ങനെ ഇരിക്കുന്നത് റൗണ്ട് റോളായിട്ടിരിക്കാത്ത അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ നാൾ തൊട്ടേ പുട്ടുകുറ്റിയിലല്ല ഉണ്ടാക്കുന്നത്. മറ്റേ നമുക്ക് വെജിറ്റബിളൊക്കെ സ്റ്റീം ചെയ്യുന്ന പാത്രം നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഹൗസ് വാമിങ്ങിന്. അപ്പോൾ ആ ഒരു പാത്രത്തിനകത്താണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഒത്തിരി നമുക്ക് ഒരുമിച്ച് പുട്ടുണ്ടാക്കുകയും ചെയ്യാം. ഒത്തിരി വെട്ടമായിട്ട് ഉണ്ടാക്കണ്ട, ഒറ്റ വെട്ടത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ആവശ്യത്തിന് നമുക്ക് എടുത്താലും മതി. ഇത് ഞാൻ ചുമ്മാ ഇങ്ങനെ പിസ്സയുടെ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത കേട്ടോ, സ്പൂൺ കൊണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ നോർമലി രാവിലെയും വൈകിട്ടും ചായയാണ് കുടിക്കുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം നമ്മൾ കടയിൽ പോയപ്പോഴത്തേക്കും ഞാൻ ഹോർലിക്സ് വാങ്ങിച്ചു. ഹോർലിക്സും കോൺഫ്ലേക്സും ഒക്കെ വാങ്ങിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഹോർലിക്സൊക്കെ തീരുന്നിടം വരെ പാല് മതിയെന്ന് പറഞ്ഞു, ഒരു നേരമെങ്കിലും. അതുപോലെ തന്നെ ഈ ഹോർലിക്സ് ആണെങ്കിൽ നമ്മൾ തണുത്ത പാലിനകത്ത് നമ്മളിപ്പം അടിക്കുവാണെങ്കിൽ മിൽക്ക് ഷേക്ക് പോലെയൊക്കെ നമുക്ക് നല്ലതായിരിക്കും കേട്ടോ. പക്ഷേ തണുത്ത പാലിനകത്ത് ഇത് മിക്സ് ആവത്തില്ല. അതുപോലെ തന്നെയാണ് ഈ ടാങ് ഒക്കെ ഇല്ലേ, അതൊക്കെ തണുത്ത വെള്ളത്തിനകത്ത് മിക്സ് ആവത്തില്ല. നമ്മൾ നോർമൽ വാട്ടറിനകത്ത് ഒരിച്ചിരി നോർമൽ വാട്ടറിനകത്ത് മിക്സ് ചെയ്തിട്ട് ടാങ്ങൊക്കെ പിന്നെ തണുത്ത വെള്ളത്തിനകത്ത് ഒഴിക്കുകയാണെങ്കിൽ അത് നല്ലപോലെ കലങ്ങും. ഇല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കണം, പിന്നെ അതിൻ്റെ പൊടിയെല്ലാം പൊങ്ങി കിടക്കും. അതുപോലെ തന്നെയാണ് ഇത്, ഒട്ടും തണുത്ത പാലിനകത്ത് മിക്സ് ആവത്തില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് മറ്റേ ബ്ലെൻഡറിനകത്തിട്ടൊന്ന് അടിക്കണം. അല്ലെങ്കിൽ നല്ലപോലെ എന്തെങ്കിലും എന്താ പറയുന്നത് ബോട്ടിലിനകത്ത് വല്ലതും ഇട്ട് ഷെയ്ക്ക് ചെയ്യുവാണെങ്കിൽ മിക്സാവും അങ്ങനെ. അതുകൊണ്ട് ഞാൻ ഇപ്പം എനിക്കിഷ്ടം കുറച്ച് കോൾഡിനകത്ത് കോൾഡ് മിൽക്ക് ആണെങ്കിലും ഇടയ്ക്ക് ഹോട്ടും എനിക്കിഷ്ടമാണ് ചില സമയത്ത്. ഇന്നാണെങ്കിൽ ചെറിയൊരു തൊണ്ടയുടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ജലദോഷം പോലൊക്കെ. അങ്ങനെ നമ്മളിപ്പോൾ പുറത്ത് വന്നു. Andy. 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 കുക്കി തോണ്ട ഈകള് പറക്കുന്നുണ്ടോ? ഈകള് പറക്കണു.
ഈകള് പറക്കണം. ഈകള് കുക്ക് ചെയ്യാൻ നോക്കണു. എന്ത് എനിക്ക് എന്ത് 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 ഓക്കെ. ഐ ലവ് യു. ഓക്കെ, ഐ ലവ് യു. അങ്ങനെ ഇപ്പോൾ ഒരാൾ ഉറങ്ങി എഴുന്നേറ്റതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ ഉറക്കമായിരുന്നു. കുക്കിക്ക് ഉറങ്ങണമായിരുന്നു. ഉറങ്ങുന്ന സമയമാണ്. പിന്നെ ഞാനും അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ ഈ ഒരു ബുക്ക് വായിക്കുമായിരുന്നു. റോബർട്ട് ഗ്രീൻ്റെ ഇതൊരു ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലറാണ്. മാസ്റ്ററി എന്ന് പറഞ്ഞ ബുക്ക്. നമുക്ക് സ്കിൽ മാസ്റ്ററിക്ക് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു ബുക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചാപ്റ്റേഴ്സ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇനിയും വായിക്കാനുണ്ട്. ഫസ്റ്റ് പാർട്ടാണ് തീർന്നത്. കുക്കിക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടും. പക്ഷെ അവളത് ഇടയ്ക്ക് വന്നിട്ട് കീറാനൊക്കെ നോക്കും. അതുകൊണ്ട് ഞാനത് കൊടുക്കാറില്ല. അതുകൊണ്ട് അവളത് കാണുമ്പോൾ എങ്ങനെ എടുക്കാം, എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ എടുക്കാം എന്നൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. വലിയ ബോർഡാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ആ ചെറിയ പേപ്പേഴ്സ് കൈ വരുമ്പോൾ തന്നെ വേണ്ട അവൾക്കത് കീറാനൊക്കെ ഉള്ളൊരു ടെൻഡൻസിയാണ്. വേണ്ട ഇത് വെച്ച് കീറാനുള്ളതല്ല. വേണ്ട. അപ്പം ഇനി നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം. ഇത് കണ്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങി എഴുന്നേറ്റു. ഇനിയിപ്പം എന്താണ്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാ. ഫുഡ് കഴിച്ചിട്ട് കുറച്ച് കളിക്കും, അല്ലേ കുക്കി? രാവിലെ ഡാഡ ബിസി ആയതുകൊണ്ട് ഡാഡയ്ക്ക് വിളിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിളിച്ചപ്പോൾ ബിസിയാണെന്ന് പറഞ്ഞു. അപ്പോൾ കുക്കി എഴുന്നേൽക്കുമ്പോൾ എൻ്റെ അടുത്ത് വിളിക്കാൻ പറഞ്ഞു. എൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് എഴുന്നേറ്റപ്പം ഉറക്കത്തിൻ്റെ മൂടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അപ്പം തന്നെ കിടന്നു. അപ്പോൾ ഇനി നമ്മൾ ഡാഡയെ വിളിക്കാൻ പോകാം. കുക്കിക്ക് ഫോൺ കാണുമ്പോൾ ഫോൺ ഭയങ്കരമായിട്ട് കാണും. അതുകൊണ്ട് നമ്മൾ ഫോൺ കൊടുക്കാറേ ഇല്ല. കാരണം ഫോണിന് വേണ്ടി പിന്നെ ജസ്റ്റ് ഒന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വായിക്കാൻ നോക്കി കഴിഞ്ഞാൽ അപ്പം ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ നമ്മൾ ഡാഡയെ ഒന്ന് വിളിക്കട്ടെ. ഡാഡയെ വിളിക്കാം അല്ലേ? ഉമ്മ തന്നെ ഉമ്മ. ഇങ്ങോട്ട് മമ്മയ്ക്ക് കിസ്സുണ്ടോ? കിസ് ഉണ്ടോ? ഇത് മീനാണ് കേട്ടോ. കുക്കിക്ക് വേണ്ടി നേരത്തെ മുള്ളെല്ലാം ഏകദേശം കളഞ്ഞ് വെച്ചിരിക്കുക. ഇനിയും നോക്കും. ഇത് ആക്ച്വലി നമ്മളിങ്ങനെ മീൻ എടുത്തിട്ട് നമ്മൾ റൗണ്ടായിട്ട് കുറച്ച് എടുത്തിട്ടിങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടയ്ക്കുമ്പോൾ തന്നെ ഇതുപോലെ കുഞ്ഞു മുള്ളുകളുണ്ടെങ്കിൽ ഇത് മത്തിയുടെ കേട്ടോ. മത്തിക്കൊരു 10,000 മുള്ളുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഈ എടുത്തിട്ടും തീരത്തില്ല. അത്രയും ചെറിയ നാര് പോലത്തെ മുള്ളുകളാണ്. അപ്പോൾ അതെല്ലാം മാക്സിമം ഞാൻ എടുത്ത് കളയും. അപ്പോൾ ഇത് എടുക്കാനുള്ള ഈസി വേ ഞാൻ കണ്ടുപിടിച്ചേട്ടാ. കുറച്ച് മുള്ള് മാറ്റാനായിട്ട് കുറച്ച് നമ്മൾ ഈ മീൻ നമ്മൾ എടുക്കുക. എന്നിട്ട് ഉരുള പോലെ ഉരുട്ടിയിട്ട് ഇതുപോലെ
അങ്ങോട്ടും ഇങ്ങോട്ടും കൈവച്ചാക്കുവാണെങ്കിൽ നമുക്ക് മുള്ള് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ കുക്കിയുടെ ഓൾറെഡി എടുത്ത് വെച്ചേക്കും കേട്ടോ. അങ്ങനെ അത് കുക്കിയുടേത് കൊടുത്തു. അതിനുശേഷം ഞാൻ എൻ്റെ ഫുഡ് കഴിച്ചു. അപ്പം നമുക്കിന്ന് ചോറിൻ്റെ കൂടെ രസം, തൈര്, മീൻ പീര, അതുപോലെ തന്നെ അവിയലുമാണ്. അപ്പോൾ ഈ രസം കുറേ നാളായിട്ടോ ഉണ്ടാക്കിയിട്ട്. നമ്മൾ കൂടുതലും ഇവിടെ മോരാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് കൂടുതലും ശരിക്കും പറഞ്ഞാൽ വൈറ്റ് മോരിനെക്കാട്ടി ഞാൻ യെല്ലോ മോരെന്നാണ് പറയുന്നത്. കാച്ചിയ മോരാണ് എനിക്കിഷ്ടം. അതുപോലെ തന്നെ എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം തൈരും രസവും പിന്നെ അവിയൽ പപ്പ ഉണ്ടാക്കിയാണ് കേട്ടോ. അത് നല്ലതാണ്. അതിൻ്റെ കൂടെ തന്നെ മീൻ പീര. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കുറേ കൊച്ചു കൊച്ചു മീനുകൾ വെച്ചിട്ട് ചെയ്യുന്ന പീര. നോർമലി നമ്മളൊന്നെങ്കിൽ മത്തിയുടെ പീര ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ ചൂട നമ്മളിവിടെ പറയുന്നത്, അല്ലെങ്കിൽ നെത്തോലി, ചൂടയുടെ പീര ഇവിടെ മമ്മി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പീരയ്ക്കകത്ത് നമുക്ക് മത്തി, അതുപോലെ തന്നെ നെത്തോലി, പിന്നെ സ്ക്വിഡ്, കണവ, പിന്നെ മത്തി, നെത്തോലി, കണവ, ഇത് മൂന്നാണ്. ഒരെണ്ണം കൂടെ എന്തോ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ എൻ്റെ പേര് അല്ല പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഇത് മെയിനായിട്ട് ഇത് മൂന്നെണ്ണമാണ്. ഇത് മൂന്ന് വെച്ച് ഇച്ചിരി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ടാണ് പീര ചെയ്തത്. അപ്പോൾ നല്ലതായിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം എസ്പെഷ്യലി രസം എനിക്ക് പൊതുവേ അങ്ങനെ ഇഷ്ടം ആവാറില്ല. കാരണം എനിക്ക് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് മോരാണ് ഇഷ്ടം. പക്ഷേ എങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം ഉണ്ടാക്കിയപ്പോഴത്തേക്കും എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് നമുക്ക് ഈ പറയുന്നതിൻ്റെ കൂട്ട് ഒഴിക്കറിയായിട്ട് നമുക്ക് നന്നായിട്ട്, അധികം തിന്നാത്തവർ തിന്ന് നോക്കുവാണെങ്കിൽ വല്ലപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇനി ഇത് ഉച്ച കഴിഞ്ഞിട്ട് കുക്കിക്ക് നമ്മൾ പുറത്തൊന്ന് പോകും. പുറത്തൊന്ന് കുക്കിയൊന്ന് കാണിച്ചതിന് ശേഷം ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കുറച്ച് നേരം പ്ലേ ടൈമുണ്ട്. അപ്പം പ്ലേ മാറ്റിലിരുന്ന് നമ്മളൊന്ന് കുറച്ച് നേരം കളിക്കും. അതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഉറങ്ങും. അപ്പം ഉറക്കം കറക്റ്റായിട്ട് നമ്മൾ ഒരു 11 മണിയാകുമ്പോഴത്തേക്കും, അതുപോലെ തന്നെ ഒരു 3 to 4 ആ ഒരു സമയത്തും, പിന്നെ ചിലപ്പോൾ നല്ല ക്ഷീണമാണെങ്കിൽ പിന്നെ ഒരു 6 ഒക്കെ ആകുമ്പോഴും ഒന്നുകൂടെ ഒന്ന് ഉറങ്ങാറുണ്ട് കുക്കി. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കണ്ണൊക്കെ ഞെരടി ഇങ്ങനെ ഉറക്കം തൂങ്ങുന്ന പോലെ, പിന്നെ കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ, കരച്ചിലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പിന്നെ നമ്മൾ ഉറക്കും കേട്ടോ. ഫോൺ കാണുമ്പോൾ ടാറ്റ എന്ന് പറയും. അപ്പച്ചൻ മുട്ട വാങ്ങിച്ചുകൊണ്ട് വരുന്ന അപ്പുറത്തെ വീട്ടിലെ. അപ്പം നമുക്ക് മുട്ട നോക്കാം. അപ്പോൾ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയുടെ വീട്ടിലെ കോഴിമുട്ട കേട്ടോ. അപ്പോൾ അത് ഒരു 19 കോഴി ഉണ്ടെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ ആൻറ്റി. അപ്പോൾ അങ്ങനെ ഒരു അടുത്തിങ്ങനത്തെ ഒരു വീടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫ്രഷ് മുട്ട കിട്ടും. അപ്പം കുക്കി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാതെ മാക്സിമം വീട്ടിലുള്ള മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാലും. അത് കുക്കിക്കുള്ള ഫ്രഷ് മുട്ടയാണ്. നമുക്കിതുള്ളത്. അയ്യോ ഞാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പപ്പ അടുത്ത് ഇവിടെ വെക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കൊരു കാക്ക പറന്ന് വന്നു അത് പൊട്ടിച്ച് കുടിക്കും. അപ്പം അങ്ങനത്തെ കയറി പോയി. അകത്തോട്ട് വെക്കണം. ഓക്കെ, അകത്ത് വെച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ കഴിച്ചു, കുക്കിക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ കഴിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം 5:30 മണിയായി. സമയം എങ്ങനെ പോകുന്നതെന്ന് അറിയത്തില്ല, അല്ലേ കുക്കി? അതിൻ്റെ ഇടയ്ക്കൂടെ രാവിലത്തെ ഫുഡ് കഴിഞ്ഞ് വെള്ളം കൊടുത്തപ്പോൾ കുക്കിയുടെ ഡ്രസ്സിലായി. അങ്ങനെ ആ ഡ്രസ്സ് മാറ്റി വേറെ ഡ്രസ്സ് ഇട്ടു. അതുപോലെ ഇന്ന് കുറച്ച് കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പം പപ്പായും മമ്മിയും ഓൾറെഡി കഴിച്ചു കഴിഞ്ഞുകൊണ്ട് എനിക്ക് ഓൾറെഡി വിശന്ന് തല കറങ്ങുമായിരുന്നു. ഞങ്ങൾ പിന്നെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും ഓൾറെഡി 2-2:30 ആയി. കുക്കി ഉറങ്ങുമായിരുന്നു. അപ്പോൾ പിന്നെ അവർ ഫുഡ് കഴിച്ചിട്ടെന്നാൽ കുക്കിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ്, കരച്ചിലായതുകൊണ്ട് ഇരിക്കുന്നില്ല, ചേറയിലിരിക്കുന്നില്ല. ചില സമയത്തിരിക്കും, ചില സമയത്തിരിക്കത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ മുള്ളെടുത്തു. മുള്ളുള്ളത് കൊണ്ട് പിന്നെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു.
അത് കഴിഞ്ഞിട്ട് പിന്നെ പപ്പ ചോറും പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ ഉടച്ചു. ബീൻസ് ആണെങ്കിൽ ഉടയ്ക്കാൻ പറ്റിയതുമില്ല, ഭയങ്കര എന്തുവാ കട്ടിയായിട്ടിരിക്കുക. അതിനി വേറെ വല്ല മാർഗം നോക്കണേ, അത് മാത്രം അരയ്ക്കുമോ എന്തെങ്കിലും ചെയ്യണം. പിന്നെ അവൾ ഇരിക്കുന്നില്ല. അപ്പം മമ്മി എന്നിട്ട് ഞാൻ ഉടച്ചു കൊടുക്കുന്ന, മിക്സ് ചെയ്ത് കൊടുക്കുന്ന ചോറും വെജിറ്റബിൾസും മീനും എല്ലാം കൂടെ കൊണ്ട് മമ്മി എടുത്തുകൊണ്ട് നടന്ന് കൊടുക്കും. അങ്ങനെ 3 പേരും കൂടെയാണ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ അതാണ് അതിൻ്റെ കഥ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കഴിച്ചു. പിന്നെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇപ്പോൾ അടുത്ത ചായ കുടിക്കേണ്ട സമയമായി. പപ്പ ഓൾറെഡി നേരത്തെ കഴിച്ചത് കൊണ്ട് പപ്പ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ചായ ഇടാൻ പോവും. അങ്ങനെ ഒരു കാക്കേനെ നോക്കുക. ഒരു കാക്കേനെയാണ് കുക്കിക്ക് ഇഷ്ടം. ഈ കാക്ക പറക്കുവാണല്ലോ, ഈകളുമുണ്ട്. അപ്പോൾ എൻ്റെ കുക്കി ഉമ്മ എന്ന് പറഞ്ഞു. ഉമ്മ ഞാനിപ്പോൾ പുറത്തോട്ട് വന്നതേ ഉള്ളൂ. ഇവിടെ എല്ലാം പറിച്ചിട്ടേക്കുന്ന പോച്ചകളും ഒടിച്ച കുറച്ച് മരമൊക്കെ വെട്ടിയതിന് ചില്ലകളൊക്കെ കിടക്കുവാണ്. അതൊക്കെ ഇനി കുറച്ചൊക്കെ കത്തിക്കാനും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഉമ്മയും അമ്മയും കൂടെ അമ്മയായി അല്ലേ? എന്തോ ഇപ്പൊ ഡിജോനെ വിളിച്ചപ്പോ ഡിജോ പറഞ്ഞു അവരുടെ ഓഫീസിന് തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ തീ പിടിച്ചു എന്ന് പറഞ്ഞു. ഇപ്പം ആംബുലൻസൊക്കെ വന്നു. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ ആംബുലൻസിൻ്റെ ശബ്ദമൊക്കെ കേട്ടു. ആംബുലൻസ് ഫയർ എഞ്ചിനൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ ശബ്ദത്തിൽ അങ്ങനെ പെട്ടെന്ന് വെച്ചിട്ട് പോയി. അങ്ങനെ അവരുടെ അപ്പുറത്തെ ബിൽഡിങ്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നാൽ നമ്മൾ ദുബായിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ ബിൽഡിങ് ഒരു ഭയങ്കര പുക. അങ്ങനെ ചാരെ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ അപ്പുറത്തെ ബിൽഡിങ് തീ പിടിക്കുക. സംഭവം അവിടെ ആസ്ബെറ്റോസ് എന്ന് പറഞ്ഞ ഈ ഷെയ്ഡ് പോലത്തെ സംഭവമുണ്ട്. അപ്പോൾ അവിടെ മേളിൽ നിന്ന് ആരോ സിഗരറ്റ് വലിച്ചിട്ട് അതിലോട്ടിട്ടു. അപ്പോൾ ഇട്ടപ്പോഴത്തേക്കും അത് ഫുൾ തീ പിടിച്ച് പിന്നെ ആർക്കൊന്നും പറ്റിയില്ല. പക്ഷെ ഭയങ്കര തീയായിട്ട് പുറത്ത് വന്നപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ തന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷറൊക്കെ പോലെ ഉണ്ട്. പിന്നെ അപ്പോൾ തന്നെ ഫയർ എഞ്ചിനും കാര്യങ്ങളൊക്കെ വരും. പിന്നെ എന്തായാലും ആ ബിൽഡിങ്ങിൻ്റെ ഒരു സൈഡ് മൊത്തം അങ്ങ് ബ്ലാക്കായിപ്പോയി. അതായിരുന്നു പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന. ഡിജോ പറഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ചോദിക്കണം ഇങ്ങനെ ഉണ്ടെന്ന്. ഇപ്പോൾ വിളിക്കാൻ പോവാം നമ്മൾ. ഓക്കെ, ഡാഡാന്നൊന്ന് പറഞ്ഞേ. ഡാഡയെ വിളിച്ചാലോ നമുക്ക്? ഓക്കെ. അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം 6:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം ചായയൊക്കെ കുടിച്ചു. പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല, തിന്നാൻ പറ്റിയില്ല. അപ്പോൾ പതുക്കെ തിന്നണം. എന്തെങ്കിലും ചിപ്സോ ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം കുറച്ച് നേരം കുക്കി ഇങ്ങനെ ഉറക്കത്തിൻ്റെ ഒരു ഇതിൽ വരുന്നുണ്ട്. അപ്പം സാധാരണ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങുന്നതാണ്. ഇപ്പം ഓൾറെഡി നമ്മൾ ഫുഡ് കഴിച്ചൊക്കെ ലേറ്റായി. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് പ്ലേ ടൈം ഓൾറെഡി കളിച്ചായിരുന്നു എൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം. അപ്പോൾ ഒന്നുകൂടെ കുറച്ച് നേരം കളിപ്പിച്ചിട്ട് കുറച്ച് നേരം ഉറക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. കുക്കി ബേബി, നമ്മുടെ ചുണ്ടി ഏണ്ടി ഡാഡാണോ? ഇത് ഡാഡല്ല, ഇത് മമ്മ വീഡിയോ എടുക്കുക കേട്ടോ.
അപ്പോൾ ഇതൊരു പ്ലേ മാറ്റാണ്, ചേച്ചി ഗിഫ്റ്റ് ചെയ്ത പ്ലേ മാറ്റ്. അപ്പോൾ വിളിക്കുമ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, സിൻസി നീ ബെഡിൽ നിന്ന് മാറ്റിയിട്ട് അവളെ ഇതിനകത്തോട്ട് പ്ലേ മാറ്റിലോട്ട് ഇരുത്തു, എന്നാലേ എഴുത്തുള്ളൂ എന്നൊക്കെ പറയും. കുക്കി, ഇനി നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ എന്തെടുക്കും? അങ്ങനെ നമ്മൾ ഇനി കുറച്ച് നേരം ഇവിടെ കളിച്ചതിന് ശേഷം കുക്കിക്ക് ഒക്കം വരുന്നുണ്ട് അല്ലേ കുക്കി? അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് നോക്കി, ഉമ്മ പറഞ്ഞു, ഉമ്മ അമ്മ അമ്മ അമ്മ. അങ്ങനെ നമ്മൾ ഞാൻ കുളിക്കണം, കുക്കി കുളിക്കണം, പിന്നെ കുക്കിക്ക് ഫുഡ് കൊടുക്കണം. പിന്നെ ഇടയ്ക്കൂടെ ഒരു മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫ്രഷ് മുട്ട. അപ്പം അതിന് ശേഷം കുക്കിക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെയാണ് അല്ലേ കുക്കി? അതെ. അപ്പം നമ്മളതിന് പോവാൻ പോവാണ്. കുക്കി, കുക്കി ക്യാരറ്റ് ഒന്നും എടുത്തേ, ക്യാരറ്റ് ഒന്ന് എടുക്കാവോ? നമ്മുടെ ചുണ്ടു കുക്കി. കുക്കി ഉമ്മ പറഞ്ഞു, ഉമ്മ കുക്കി ഡാഡാന്ന് പറഞ്ഞു, ഡാഡാ. ഓക്കെ കുക്കി ബായ് എങ്ങനെ പറയുന്നത്? ബായ്. ഗുഡ് ഗേൾ. പിന്നെ ഷേക്ക് ഹാൻഡ്, അങ്ങനെയാണോ ഷേക്ക് ഹാൻഡ്? ഓ ഓക്കെ ഓക്കെ. ഈ കൈ കൊണ്ട് തരാമോ ഷേക്ക് ഹാൻഡ്? ആ കൈ കൊണ്ട് തരാമോ? ഇല്ലല്ലേ? ഓക്കെ ഷേക്ക് ഹാൻഡ്. ഓക്കെ ഷേക്ക് ഹാൻഡ് ഉണ്ടോ? ഷേക്ക് ഹാൻഡ് ഉണ്ടോ? ഓ ഓ ഓ പൊറോട്ട വീടല്ലേ? ഓക്കെ ഹൈഫൈ ഉണ്ടോ നോക്കിയാ? ഹൈഫൈ 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 ഹൈഫൈ. ഗുഡ് ഗേൾ. കുക്കിയുടെ ഹെയർ എന്ത് ഒന്ന് തൊട്ട് കാണിക്കാമോ? കുക്കിയുടെ ഹെയർ, കുക്കി ബേബിയുടെ ഹെയർ ഒന്ന് തൊട്ട് കാണിക്കാമോ? ഓക്കെ പിന്നെ മതി. ശരി എന്നാ. അപ്പച്ചനെ കണ്ട് ചിരിക്കുവാണോ കുക്കി? കുക്കി കുക്കിയുടെ ചെവി ഒന്ന് കാണിക്കാവോ? ചെവി എന്തി? ചെവി, കുക്കിയുടെ ചെവി എന്തി? കുക്കി കുക്കി കുക്കിയുടെ ഇയർ എന്തി? കുക്കിയുടെ ചെവി എന്തി? ഒന്ന് കാണിക്കാവോ? കുക്കി ഇയർ എന്തി? ഇയർ. ഇവിടെ ഇത്രയും ടോയ്സ് ഇരിക്കുമ്പോൾ കുക്കിക്ക് എന്തെങ്കിലും ഇവിടെ ഒരു ചെറിയ പൊടിയോ എന്തെങ്കിലും കറുത്തിരിപ്പുണ്ടെങ്കിലോ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിലോ അതൊക്കെയാണ് ഇഷ്ടം. ഇപ്പോൾ ഈ കയ്യിലൊരു ചെറിയൊരു സ്പോട്ട് കറുത്ത സാധനം ഇരിക്കുന്നത്, അത് അവൾ ഇങ്ങനെ എടുക്കാൻ നോക്കും. കൈ കൊണ്ട് ഇങ്ങനെ 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 എടുക്കും അല്ലേ? നമുക്ക് ജാസി അമ്മച്ചയും ജോർജ് അപ്പച്ചായും വിളിച്ചാലോ? സാജു പപ്പായും വിളിച്ചാലോ? വിളിക്കാം, എന്നിട്ട് നമുക്ക് ഉറങ്ങിയാലോ? കുക്കി 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 എന്തി? കുക്കി ഡാഡാ എന്തി? കുക്കി അപ്പച്ച എന്തി? എന്തിയെന്ന് ചോദിച്ചേ? കുക്കി എന്തി? എന്തി? ഇപ്പൊ വന്ന് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ പറ്റാത്ത അവസ്ഥ. എൻ്റെ തല കണ്ട കുക്കി കരയും അല്ലേ? കുക്കി മമ്മ പോവാണേ, ബായ്. മമ്മ ഒന്ന് പോവാണേ, അപ്പുറത്ത് വരെ. മമ്മ ഒന്ന് ബാത്റൂമിൽ പോവാണേ.
കുക്കി മമ്മ ഒന്ന് ബാത്റൂമിൽ പോവാം, അവിടെ ഒന്ന് അപ്പച്ചൻ്റെ കൂടെ ഒന്ന് ഇരിക്കണേ കേട്ടോ. ബൈ. ഐ ശരി, എൻ്റെ കൂടെ വരുവാണോ കുക്കി? ബൈ. കുക്കി മമ്മ ഒന്ന് ബാത്റൂം പോയിക്കോട്ടെ. മമ്മ ഒന്ന് പോയിക്കോട്ടെ. വേണ്ട അല്ലേ? കുക്കിയെ കുളിപ്പിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ കുക്കിക്ക് ഉറങ്ങണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. അപ്പം പെട്ടെന്ന് തന്നെ കരച്ചിൽ വരും. അപ്പം പെട്ടെന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ മുട്ട ഇച്ചിരി കൊടുത്തപ്പോഴത്തേക്കാണ് ഒന്ന് ഇച്ചിരി ഹാപ്പി ആയത്. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ഒരു സമയമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ രാത്രി കൊടുക്കുന്നത് മുട്ട പുഴുങ്ങിയാണ് ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചോറ് ഉടച്ച് ക്യാരറ്റും പൊട്ടറ്റോയും ഉടച്ചിട്ട് പിന്നെ മീനും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് രാത്രി കൊടുക്കുന്നത്. നോർമലി നമ്മൾ മിക്ക സമയത്തും മുട്ട രാവിലെയാണ് കൊടുക്കുന്നത്. രാവിലെ ഉച്ചയ്ക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഇൻ കേസ് മുട്ട തീർന്നു പോവുകയാണെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴാണോ മുട്ട കിട്ടുന്നത് അതിനനുസരിച്ച് നമ്മൾ ഇനിയിപ്പം രാവിലെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ രാത്രിയിലും കൊടുക്കും. അപ്പം മുട്ടയാണ് ശരിക്കും പറഞ്ഞാൽ കുക്കിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡ്. മുട്ട കാണുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാലും കൈയും ഒക്കെ ഇട്ട് അടിച്ചിട്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പം മുട്ട ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ തൈരും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തൈരും നമ്മൾ കൊടുക്കാറുണ്ട്. തീരെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ചോറും മീനോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് എന്തെങ്കിലും ഇൻ കേസ് തിന്നില്ല എന്നുണ്ടെങ്കിൽ തൈര് എന്ന് പറഞ്ഞിട്ട് തൈര് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നങ്ങ് തിന്നോളും. അപ്പം ഇപ്പോഴാണെങ്കിൽ ആദ്യത്തെ സമയത്ത് കുറുക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറുക്കേ കുടിക്കത്തുള്ളായിരുന്നു. പിന്നെ നമുക്ക് ഈ ഒരു മാഷ്ഡ് ഫുഡിലോട്ട് വരാൻ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. കാരണം നമ്മൾ പിന്നെ മാഷ് ചെയ്തിട്ട് പിന്നെ കുറച്ചൊക്കെ മിക്സിയിൽ അടിച്ചിട്ടൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് മാഷ് രൂപത്തിലൊക്കെ ആക്കിയാൽ പോലും തിന്നാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ മാഷ്ഡ് കൊടുത്തതിന് ശേഷം കുറുക്ക് കൊടുക്കുമ്പോഴത്തേക്കും കുറുക്കിനോട് വലിയൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. പിന്നെ നൈറ്റ് ഞാൻ കഴിക്കാനെടുത്തത് ആപ്പിള്, ബദാം, 2 ടൈപ്പ് ഓഫ് റേസിൻസും ഡേറ്റ്സും. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് ഷവർമ വാങ്ങിച്ചായിരുന്നു. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഡയറ്റ് ചെയ്യാനുള്ളൊരു മോഹം തോന്നി. ഇടയ്ക്ക് ചില സമയത്ത് ഞാൻ ഡയറ്റ് ചെയ്യും, എനിക്ക് തോന്നും. അപ്പോൾ ആ സമയത്ത് ഞാൻ കഴിക്കാറില്ല. അങ്ങനെ കഴിക്കാത്തൊരു ദിവസമാണിത്. പിന്നെ എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കും കേട്ടോ. പക്ഷേങ്കിൽ ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ കുറച്ചിട്ടുണ്ട്. ഇപ്പം രാവിലെ ആണെങ്കിൽ തന്നെ ഇപ്പം അപ്പമോ ചപ്പാത്തിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം 3 4 എനിക്ക് കറിയൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ കഴിക്കുവാണെങ്കിൽ ഇപ്പം നമ്മൾ കൺട്രോൾ ചെയ്ത് എങ്ങനെ നമുക്ക് 2 കഴിച്ച് നിർത്താമെന്നുള്ള ഒരു രീതിയിലാണ് ഞാനിപ്പോൾ പോകുന്നത്. ഞാനെപ്പോഴും ഇപ്പം മമ്മൂട്ടിയൊക്കെ തിന്നുന്നൊരു സ്റ്റൈൽ ഞാൻ ആലോചിക്കുക. ഓരോരോ ഇൻ്റർവ്യൂവിന് ഓരോരോ സെലിബ്രിറ്റീസ് ആണെങ്കിലും ഒന്ന് പറയും. പുള്ളി ഇപ്പോൾ എല്ലാ ടൈപ്പ് ഫുഡും ട്രൈ ചെയ്യും. പക്ഷേ എപ്പോഴും ആ ഒരു മിനിമൽ ക്വാണ്ടിറ്റിയിലാണ് പുള്ളി തിന്നുന്നത്. അതെപ്പോഴും എനിക്ക് ഓർമ്മ വരും. അപ്പം നമുക്ക് എപ്പോഴും പറ്റിയില്ലെങ്കിലും പറ്റുന്ന സമയത്തൊക്കെ ഒന്ന് ഡയറ്റ് ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇപ്പോൾ ഇന്നത്തെ ഫുഡ് പോലെയല്ല നമ്മൾ എല്ലാ ദിവസത്തെയും ഫുഡ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസത്തെയും ഫുഡ് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഓരോ ദിവസത്തെയും റുട്ടീൻസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. കാരണം കുക്കി എഴുന്നേൽക്കുന്നതും അതുപോലെ തന്നെ ഉറങ്ങുന്നതിനും അനുസരിച്ചൊക്കെയാണ് മാറുന്നത്. പക്ഷേ നോർമലി നമ്മളിങ്ങനത്തെ ഒരു റുട്ടീൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം രാവിലെ എഴുന്നേറ്റിട്ടാണെങ്കിലും കുക്കിയുടെ ഉറക്കത്തിൻ്റെ ടൈമാണെങ്കിലും ഫുഡിൻ്റെ ടൈമാണെങ്കിലും അതെല്ലാം. അപ്പം അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ പിന്നെ ഞാൻ കുക്കിയെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് ചിലപ്പോൾ ഞാൻ നേരത്തെ തന്നെ കുളിക്കും കേട്ടോ. രാവിലെ കുളിക്കാറില്ല. ഞാൻ എപ്പോഴും കുളിക്കുന്നത് വൈകിട്ടാണ്. എനിക്ക് കിടക്കുന്നതിന് മുന്നേ കുളിക്കുന്നതാണ് ഇഷ്ടം. അത്രയും ഫ്രഷായിട്ട് കിടക്കാനാണ് എനിക്കിഷ്ടം. ഓക്കെ മമ്മ
അമ്മയ്ക്ക് കിസ് ഉണ്ടോ? കിസ് ഇല്ല. നമുക്ക് ബായ് പറയാം എല്ലാവരുടെ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അയ്യോ, എല്ലാവരോടും ബായ് എന്ന് പറഞ്ഞതാ. കുക്കി നോക്കണു എല്ലാവരും. ബായ് പറഞ്ഞേ. ഡാഡ ഇപ്പൊ വരും. ബായ് പറഞ്ഞേ. ബായ്. ഉമ്മ പറഞ്ഞേ. ഉമ്മ. സ്വീറ്റ് ഡ്രീംസ്. ലവ് യു. ഓക്കെ ബൈ. കുക്കിക്ക് ഉറങ്ങാൻ സമയം നമ്മൾ ഉറങ്ങാൻ പോവാം.